ഫാസ്റ്റ്. പോയാ ഞാൻ റെന്ന ഡിസ്റ്റൻസ് കൂട്ടിയിട്ടിരിക്കുന്നു ഗൈസ്. സബാഷ് ഇപ്പൊ 4 അടങ്ങുന്നില്ല. 2000 years later. ഇനി എൻ്റെ എസ്പേസ് ഓടണേ. ഞാൻ ആ മന്ത്രിച്ചില്ല പോവാ. ഇനി കണ്ണടച്ചിട്ട് 10 ഉണ്ടാവുക. അപ്പോൾ എസ്പേസ് പോസ്റ്റാ 1.1 1.2 1.2 1.4 2.8 9.9 10 10ആയി. എന്ത് സുന്ദരമായ കാഴ്ചകൾ. പട്ട് ഈ സുന്ദരമായ വേൾഡിൽ നമ്മളൊപ്പം ഒരുത്തനും കൂടെ ഉണ്ട്. പേനി വൈസ് അണ്ണായി അത് തന്നെ അപ്പൊട്ടൻ കഴുത മണ്ണുണ്ണി. ഇപ്രാവശ്യം ഒന്നും പറയാൻ പാടില്ല. കാര്യം ഇപ്രാവശ്യം കുറേ സ്ട്രോങ് ആയി. കഴിഞ്ഞ പ്രാവശ്യം കളിയാക്കിയതിന് ശേഷം കരയുമായിരുന്നു. കരഞ്ഞ് വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പം ഇത്രയും കരഞ്ഞുകൊണ്ട് ആ വെള്ളപ്പൊക്കത്തിൽ കുറേ കുഞ്ഞുങ്ങൾ ഒഴുകി അവൻ്റെ അടുത്തോട്ട് വന്നു. അതെനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. കൂടോത്രം ആ വെള്ളം കണ്ട് കൊച്ചുങ്ങളെല്ലാം അവിടെ വന്ന് ആ പേനി വൈസ് അവരെ തിന്നു. കൂടോത്രം അല്ല പിന്നെന്ത്. അപ്പോൾ പേനി വൈസിൻ്റെ പവർ 2 ഇരട്ടി. ഇതാണ് സ്റ്റോറി. അപ്പോൾ പേനി വൈസായിട്ട് ഈ വേൾഡിലുള്ളത് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ ഞാൻ വീണ്ടും വന്നു പേനി വൈസിനെ റിവെഞ്ച് എടുക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം അവനെന്നെ പേടിപ്പിച്ചു. പക്ഷെ ഞാൻ അവനെ പേടിപ്പിക്കും. അതും ഈ മരത്തിന് മണ്ടക്കുന്ന ഇറങ്ങാനൊരാ സഹായം വിളിക്കട്ടെ. ആ പെനീസെണ്ണ ഈ മരത്തിൽ നിന്ന് ഇറക്കിയിരുന്നെങ്കിൽ. രാത്രി ആവുന്നടാ. ഞാൻ ടൂൾസ് ഒന്നും ഉണ്ടാക്കി ഇത്ര ഇടത്ത് രാത്രിയായി. അയ്യോ എടി രാത്രിയായത് പോലും അറിയില്ല. പെട്ടെന്ന് മരം വെട്ടടാ. രാത്രി ആവുന്നടാ. വില്ലേജ് പോടാ. പേനീസ് എണ്ണ ഞാൻ അയ്യോ റെഡ് ബലൂൺ. അയ്യോ അതേ ബലൂൺ ഇട്ട് തുടങ്ങിയ അണ്ണനെ വന്ന് ബലൂൺ ഇടി. ഹലോ ഐ ആം MC. അണ്ണാ അണ്ണാ എയറിലെങ്ങനെ ഇരിക്കുന്നത് അണ്ണാ? എന്നെ ഇവിടെ പഠിപ്പിക്കുവോ? ഞാനും ഏറി പറക്കാൻ റെഡിയാ. അയ്യോ അമ്മേ ഓടിക്കോ. അമ്മ പോയാ? ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഹോർമോണിനെ കാട്ടി പൈകിരിതാണ്. മിക്കവാറും എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. പേനി വയസ്സിന് പേടിക്കാനൊന്നുമില്ല. പേനി വയസ്സൊരു പൊട്ടനാണ്, കഴുതയാണ്, മണ്ടനാണ്. അയ്യോ എടാ കയ്യൊക്കെ വിറയ്ക്കുന്നടാ. എനിക്കിത് കളിക്കാൻ പറ്റൂല ഗൈസ്. ആരാ നടക്കുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. റൺ ഗൈസ് റൺ. എടാ എന്ത് പരിപാടിയാടാ അത്? എടാ ഗെയിം തുടങ്ങിയതോളാ. ഇത്തിരി സാവകാശമൊക്കെ ചെയ്. വിറയ്ക്കണ്. കളിക്കണോടാ. സബാഷ്. ഹൈ പ്ലേറ്റ്സ്. വില്ലേജ് കാണും. സ്പോൺ പോയിന്റ് വില്ലേജ് ഉണ്ടെന്നായി സീഡ് പറഞ്ഞു. സീഡ് ചതിച്ചു ഗൈസ്. MC ഗെയിമറിനെ സീഡ് ചതിച്ചു. പ്ലെയിൻസ് അവിടെ അങ്ങോട്ട് പോയി ചത്ത്. ഒരു വട്ടം കൂടെ പ്രേതം വരുമ്പോൾ ഞാൻ നിർത്തിയിട്ട് പോകും. വല്ല മൾട്ടിപ്ലെയർ ആയിട്ട് വല്ല പ്രേതം കൊണ്ടുവരാം. ഒറ്റക്ക് പേടിച്ചെനിക്ക് ആയില്ല. കാട്ടി പറയുക എങ്ങാണ് ഹാർട്ട് അറ്റാക്ക്. ആരാ ഇല്ല ഷീപ്പ് എന്നെ നോക്കുന്നത് എന്തിനാടാ? പോടാ. പക്ഷെ എല്ലാവരും എന്നെ തന്നെ നോക്കുന്നത്. ഞാൻ ഫേമസ് ആയി.
അടുത്ത പ്രാവശ്യം മോശരെ കൂട്ടിയതാ ഒരുമിച്ച് പേടിക്കാം. അതായത് ഒറ്റക്ക് പേടിക്കണ്ട ഗൈസ്. ഗൈസ് നിങ്ങൾക്ക് അറിയാവോ, ഇത്രയും പാട് വിട്ട് ഈ ഹൊറമോഡ് ഹാർട്ട് അറ്റാക്ക് വരാതെ കളിക്കുന്നത് എന്നെ സമ്മതിക്കണം. ഷീപ്പൂട്ടന്മാരെ ഇവിടെ വില്ലേജ് എല്ലാം കണ്ടോടാ? ഞാൻ ഇവിടെ 2 മണിക്കൂറായിട്ട് വില്ലേജ് അപ്പിക്കൊണ്ടിരിക്കുക. നിങ്ങളാരെ കണ്ടോ? ഇപ്പോൾ പെട്ടെന്ന് റീസ്പോ സെറ്റ് ആകട്ടെ. അൽഹംദുലില്ലാ ഹൈറ് പഠിക്കുന്നുണ്ടാടാ നീ. ഗൈസ് പേടിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഗൈസ്, പേടിക്കുമ്പോൾ പാട്ട് പാടും. മറ്റേ ഹൈറ് എന്നിട്ട് ഇതോ പറയില്ല, അടുക്കുന്നത് നടക്കുന്ന ബോള്. വേറെ എന്തൊക്കെ പറയാം, അത് പാടിയതാണ്. അപ്പോൾ ഇതിനകത്ത് റീസ്പോണ്ട് ചെയ്യുമ്പോൾ പ്രേതം വന്നില്ല. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ കീപ്പ് ഇൻവെർട്ടർ ഓണായി കാണും. സൈഡിൽ നിന്ന് കാണാൻ കഴിയും കീപ്പ് ഇൻവെർട്ടർ ഓണാക്കിയിട്ടുണ്ട്. കീപ്പ് ഇൻവെർട്ടർ ഓണാക്കിയത് എൻ്റെ ലൂട്ടൊക്കെ സേഫ് ആയിരിക്കണം. എനിക്ക് വയ്യ രണ്ടാമത് ക്രാഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ തന്നെ ഒരുമാതിരി പേടിച്ച് ഒരു കോലത്തിരിക്കുവാണ്. വില്ലേജ് കിട്ടിയോണ്ട് ഇവന്മാരുള്ളതുകൊണ്ട് എൻ്റെ പേടി ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവന്മാർക്കൊന്നും റെസ്പെക്റ്റ് ഇല്ല. വരും ചുമ്മാ അങ്ങോട്ട് പേടിപ്പിക്കും. ഹാളിന് ഹാർട്ട് അറ്റാക്കൊക്കെ വരുന്നത് അറിയാമല്ലോ. ഒരു പാവപ്പെട്ട +1 പഠിക്കുന്ന ഒരുത്തരാണ് കളിക്കുന്നത്. ഞാൻ ഗ്രാജ് കളിക്കുമ്പോഴും പേടിക്കും. ഗൈസ് നമ്മളൊരു ഹൊറമോണിനെ കളിയാക്കാൻ പാടില്ല. കളിയായി കഴിഞ്ഞാൽ അവർ പാനൊന്ന് കർണക്കുട്ടി ഠകയെന്ന് പറഞ്ഞടിക്കും. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പണ്ടേ ഗെയിമിലൊക്കെ സീനാണ്, പെട്ടെന്ന് പേടിക്കൂല. അത് ആക്ടിങ് ആയിട്ട് ഗൈസ്. 100 ഞാൻ എനിക്ക് 500 500 ആക്ടിങ് ഞാൻ കാണിക്കും, അതിൻ്റെ അപ്പുറം കാണിക്കും. അപ്പോൾ ആക്ടിങ്ങിന് വേണ്ടി എന്നെ വിളിക്കുക, ഞാൻ വരാം. ഫീസ് 10,000 രൂപ. എടാ സൗണ്ട് കേട്ടോടാ നിങ്ങൾ? അത് തന്നെ. അവന്മാരായിട്ട് നിങ്ങൾ കേട്ടാക്കി കബരി ചെയ്യുക. അണ്ണാ ഈ വേൾഡ് പെയിനി വൈസ് ഉണ്ടെന്ന് എൻ്റെ ഒരു തോന്നില്ല. അവൻ എന്നെ വാച്ച് ചെയ്യുകയാണെന്ന്. നേരത്തെ മണ്ടക്ക് വാച്ച് ചെയ്ത പോലെ. അയ്യോ 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 കയ്യൊക്കെ വീഴുന്നതായിട്ട് വിറക്കട്. എൻ്റെ വോയിസ് പോയി. ക്രാഫ്റ്റിംഗ് ടേബിൾ സ്റ്റിക്ക് ഒക്കെ പറഞ്ഞ ഇന്നലെ ഹാർട്ട് അറ്റാക്ക് കൂടിയാവും. കഴിച്ച് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമായിരിക്കും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ. ഞാനും പ്രാർത്ഥിക്കാം എന്നെ തന്നെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ. എടാ അതെന്തു പരിവായടാ കാണുവാടാ. ഓഹോ അണ്ണന്മാരെ രക്ഷിക്കടാ കുതിരെ. എടാ എൻ്റെ പുറകെ ഒരു പ്രേതം ഉണ്ടടാ. ആ വില്ലേജ് ഹോണ്ടഡ് വില്ലേജാണ്. നമുക്ക് രണ്ട് സംസാരിച്ചിരിക്കാം. വാ ഇരുത്തടാ. അമ്മേ ചെറുതായിട്ട് മേടിച്ചു. ഫ്രണ്ടാവടാ. 2000 years later. ഫ്രണ്ട് എൻ്റെ കയ്യിൽ കിട്ടി. ഇനി ഇതിൻ്റെ അകത്തിരുന്നാലും കുഴപ്പമില്ല. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ എടുക്കുക. ഷീപ്പൂട്ടന്മാരുണ്ട്. ആ വില്ലേജ് പെയിൻ വീസ് ഉണ്ട്. അതാണ് ഞാൻ പോകാത്തത്. അതെ പോയത് അല്ല സാലഡ് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ പോയത്. പെയിൻ വീസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങൂല. പെയിൻ വീസ് ഈ വേൾഡിൽ നോക്കുമ്പോൾ ഞാൻ ഇറങ്ങിക്കോളാം. 2 കൽപ്പിച്ച് തരാൻ ഇറങ്ങുവാട് ഗൈസ്. ആ വില്ലേജ് അപ്പോൾ തീ വലിച്ച്. അള്ളാഹുവേ എന്നെ ഒന്ന് കാത്തോടെ. അത് ഞാൻ ഇപ്പം ഓട്ട് വരും. വരാ സ്കിൽട്ടാപ്പി വരൂ കൂട്ടുകാരെ, ഒന്നിച്ച് നമുക്ക് ഹലോ പറയാം. ഒന്നിച്ച് നമ്മൾ ഹലോ പറഞ്ഞാൽ വലിയ സന്തോഷമാകും. വരൂ കൂട്ടുകാരെ, ഒന്നിച്ച് നമുക്ക് ഹലോ പറയാം. ഒന്നിച്ച് നമ്മൾ ഹലോ പറഞ്ഞാൽ
യാർ ബൈ മോൺസ്റ്റർ. ഏത് മോൺസ്റ്ററാടാ? നീയാണോ മോൺസ്റ്റർ? പൂച്ചാളി മോൺസ്റ്റർ. ഹൈ സബാഷ് ഷീ ഡ്രീം. ഓക്കെ രാവിലെ പേടിച്ചിട്ടാണ് കഴിച്ച് രാവിലെ ആക്കിയത്. എനിക്ക് പേടിയോട്ട് വയ്യ. ഉള്ള മോപ്സൊക്കെ തട്ട നമുക്ക് പെയിൻ വയസ്സ് തന്നെയാണ് കാണണ്ട. അണ്ണ രാവിലെയും വരും കണ്ടല്ലോ. അണ്ണൻ്റെ ക്ലോങ് സ്യൂട്ടാണ് അണ്ണൻ്റെ കളി. ചിപ്പി ചിപ്പി ചപ്പ ചപ്പ റൂബി റൂബി രബ രബ കിരിബി വെക്കിരിബി ബൂ ബൂ ബൂ. ചിപ്പി ചിപ്പി ചപ്പ റൂബി റൂബി അല്ല അപ്പ് അണ്ണാ ഞാൻ സ്റ്റോം ചെയ്യാൻ വന്നത് പൊക്കോളാം. ഇപ്പം അണ്ണൻ ഓടി വരും. ഞാൻ സ്റ്റോൺ റോസ് ഇറങ്ങി ടോർച്ച്. അടാ എനിക്ക് വെബ്സൈറ്റ് ഇരിക്കുന്നതുകൊണ്ടാണ് നല്ലതായിട്ട് പേടി. കാര്യം വെബ്സൈറ്റ് ഭയങ്കര വിഷയമാണ്. ഞാൻ വെബ്സൈറ്റ് ഊരാൻ പോവാ. കസേര എടുത്ത് വെച്ച് സ്ക്രീൻ എടുത്ത് വെച്ച് സംസാരിക്കാം. ഓക്കെ ഞാൻ സ്റ്റോൺ ടൂൾസ് ആയി ഗൈസ്. സൗണ്ട് മ്യൂസിക്സ് 100 ഇട്ട് തന്നിട്ടുണ്ട്. അണ്ണൻ റെഡ് ബലൂൺ ഇട്ടത്. അണ്ണായി അണ്ണോയ് അണ്ണാ ബലൂൺ പോന്ന്. അണ്ണാ ബലൂൺ അണ്ണാ പേനിസിനെ കണ്ട. നിങ്ങളുടെ വില്ലേജിലാണ് അവൻ്റെ പഞ്ചായത്ത് മെമ്പറോടെ സംസാരിക്കോ. നിങ്ങളുടെ വില്ലേജിലാണ് അവൻ ബലൂൺ വന്ന് ഇടുന്നത്. ഇതിനെപ്പറ്റി എന്ത് പറയണം? അവിടെ ബലൂൺ ഇട്ടടിക്കുന്നത് പഞ്ചായത്ത് മെമ്പറിനെ വിളിക്കും. നിങ്ങളുടെ മന്ത്രീനെ എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. കേവിനകത്ത് പോയി എടാ പഞ്ചായത്ത് മെമ്പർ കേവിനകത്താളാ ഈ വട്ടൻ്റെ കാര്യം. പഞ്ചായത്ത് ഞാൻ പറയും വില്ലേജിലെ മുഖ്യനെ വിളിച്ചോണ്ട് വരാൻ. അപ്പോൾ ലെവലാണെങ്കിൽ ആ കേവിൻ്റെ അകത്ത് വിളിക്കാൻ പോകും. വല്ല സോംബിയിലായിരിക്കും മറ മുഖ്യ. ആ പേഴ്സാണാടാ ഈ വില്ലേജിൻ്റെ രാജാവ്. അങ്ങനെയാണെങ്കിൽ ചത്തല്ലോ. നമുക്ക് ഇത്തിരി മാറി അങ്ങോട്ടെല്ലാം പോയി നോക്കണം. ഈ കേസ് ഞാൻ പോലീസിനോട് കേസ് കൊടുക്കും. അനുവാദമില്ലാതെ ഒരുത്തനെ നിരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ മോശം വളരെ മോശം പെയിൻ കേസ് അണ്ണാ. ഐ നോട്ട് എക്സ്പെക്റ്റഡ് യു നിരീക്ഷിക്കുമെന്ന് പറയാൻ പറ്റിയില്ല. ആരാ? 2000 years later. ഐ ഫൗണ്ട് രണ്ടാമത്തെ വില്ലേജ്. ഇവിടെ എണ്ണം കാണും ഉറപ്പ്. ഞാൻ 100% ഷുവറാണ്. ഇവിടെ പെയിൻ വൈസ് തന്നെ ഉണ്ട്. ആരാ? ഇതെൻ്റെ സ്ഥലം അല്ല. ഇന്ന് രാത്രി ഞാൻ സ്കിപ്പ് അടിക്കില്ല. എനിക്കറിയണം ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവരിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ രണ്ട് കൂട്ടൽ ഇവിടെ ചെസ്റ്റ് ഇല്ലേ? ഹലോ അയങ്കോലണ്ണ അക്കടായി. എങ്കോലണ്ണ അണ്ണാ ഞാനിവിടെ പേടിക്കുവാടാ. പഴയ പോകുന്ന പ്രേതവരെ എൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നത്. അണ്ണായി കരച്ചിടുന്നണ്ണ രക്ഷിക്കണ്ണ അണ്ണാ. ഹലോ ഗൈസ് അതാരാ? ഞാനെന്താ ഇവിടെ? ഞാൻ എവിടെയാണെങ്കിൽ നീ ആരാ? അല്ല നീ MC ആണെങ്കിൽ ഞാനാരാ? അമ്മേ എടാ സ്കെൽട്ടാ എടാ MC2 ഗൈസ്. എൻ്റെ വേഷം ആരാടാ നീ? എൻ്റെ വേഷം അയ്യോ പറ്റിച്ചടാ.
പോയോ? ഐ ഹേറ്റ് ഗൈസ്, ഐ ഹേറ്റ് ഇറ്റ്. മൈ സ്കിൻ ഞാൻ നിർത്തിപ്പോ.